ഇറാന്റെ ഇപ്പോഴത്തെ പരമോന്നത നേതാവായ മുസ്തഫ ഖമനേയി കോമയിലാണ്. ആന്തരിക അവയവങ്ങൾ തകർന്നു. ഈ ഖമനേയിയുടെ മരണസമയത്ത് തന്നെ ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നൊക്കെയുള്ള വാർത്തകൾ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. ഇയാൾ ഇന്നലെ ഒരു പ്രസ്താവനയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെ വരുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത് നെതന്യാഹുവിനെ കാണാനില്ല. നെതന്യാഹുവിന്റെ വിമാനം മറ്റൊരു രാജ്യത്തേക്ക് പോയി എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് അതിലെ സത്യാവസ്ഥ? സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഊഹാപോഹങ്ങളാണ്. നെതന്യാഹുവിനെ കാണുവാനില്ല, അല്ലെങ്കിൽ ദുരൂഹതയേർന്നു കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട് കേട്ടോ. കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇറാനിയൻ പത്രങ്ങളെ ഉദ്ധരിച്ച് പല മാധ്യമങ്ങളും കൊടുത്തിരിക്കുന്നു, അത്തരത്തിൽ ഒക്കെ വരുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ അതേപോലെ സുരക്ഷയുള്ള, ഒരുപക്ഷെ രാജ്യത്തിന് അപകടം സംഭവിച്ചാൽ യുദ്ധം ചെയ്യാൻ വിമാനം പോലും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള വിമാനമാണ്. ആ മിസൈൽ ആക്രമണം പോലും തടുക്കാൻ പറ്റുന്ന വിമാനം. പിന്നെ ഈ വിമാനം പറക്കുമ്പോൾ അതിന് സെക്യൂരിറ്റി ആയിട്ടുള്ള അവരുടെ തന്നെ എയർഫോഴ്സിൻ്റെ 3ഓളം വിമാനങ്ങൾ ഒരുമിച്ച് പറക്കുന്നു. അപ്പം ഈ വിമാനം ജർമ്മനിയിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ആ വിമാനം ഏറ്റവും അടിയന്തര ഘട്ടത്തിൽ ഏത് സമയം ഈ വിമാനം ആവശ്യം വരും എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഈ വിമാനം ജർമ്മനിയിൽ കിടക്കുന്നു. ഇതിനകത്ത് ഇസ്രയേൽ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിന് സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് ഇസ്രയേൽ ആ വിമാനം ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് അവിടെ നിന്ന് മാറ്റി ജർമ്മനിയിൽ ഇട്ടിരിക്കുന്നു ചോദിക്കുന്നു. ഇസ്രയേലിൽ ഈ വിമാനം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമ്മളങ്ങ് വിചാരിക്കാം. ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ അടിയന്തരമായ ആവശ്യത്തിന് അദ്ദേഹത്തിന് പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ഉപയോഗിക്കാനാണ് ഈ വിമാനം വെച്ചിരിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിമാനമാണ് ഈ നെതന്യാഹു ഇസ്രയേലിലുണ്ടെങ്കിൽ അടിയന്തര ഘട്ടം വന്നാൽ ജർമ്മനിയിൽ വിമാനം കിടന്നാൽ ഓടി വന്നിട്ട് ആ വിമാനം ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അടിയന്തര ഘട്ടം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് പ്രധാനമന്ത്രിക്ക് നിന്ന് അല്ലെങ്കിൽ ഹോൾഡായി യുദ്ധം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ വിമാനം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അവിടുന്ന് വന്നിട്ട് ആ ഒരവസ്ഥയിൽ ആയിക്കഴിഞ്ഞിട്ട് അവിടുന്ന് വന്നിട്ട് ഇദ്ദേഹത്തെ കയറ്റി. അപ്പോൾ എന്തോ ദുരൂഹയാണ്. എന്തിന് വിമാനം ജർമ്മനിയിൽ പോയി? വിമാനത്തിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ വിമാനത്തിനകത്ത് നെതന്യാഹു ഇല്ലായിരുന്നു, പോയില്ല എന്ന് വിചാരിച്ചാൽ വിമാനത്തിൽ കുടുംബാംഗങ്ങൾ പോയോ? വിമാനത്തിൽ മറ്റ് എന്തെങ്കിലും കടത്തിയോ? ഇതിനെക്കാട്ടി സുരക്ഷിതമായിട്ടുള്ള പല മേഖലകളിലും വിമാനം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുള്ളപ്പോൾ ജർമ്മനി സുരക്ഷിതം അല്ല എന്നുള്ളതല്ല, എന്തിന് ജർമ്മനിയിൽ വിമാനം ഹോൾഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അപ്പം നെതന്യാഹുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ട് അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ള രീതിയിലേക്കുള്ള വാർത്ത പരത്തുന്നതിന്, അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ഇസ്രായേൽ പോലുള്ള രാജ്യത്ത് ഒരു ഭരണാധികാരിക്ക് കുഴപ്പം സംഭവിച്ചാൽ ആ കുഴപ്പം ഒളിച്ചു വെക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാവത്തില്ല. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തില്ല. അത് അമേരിക്കയുടെ കാര്യത്തിലും ഇന്ത്യയുടെ കാര്യത്തിലും ഈ കാര്യത്തിൽ ഇസ്രായേൽ പോലുള്ള രാജ്യത്തിൽ ജനാധിപത്യ രാജ്യമാണ്, അതൊന്നും നടക്കത്തില്ല. പക്ഷേ ഇസ്രായേലിൽ ഇപ്പം ഈ പറഞ്ഞ രണ്ടാമത്തെ പരമാധികാരിയുടെയും അവസ്ഥ മോശമാണ്, കുഴപ്പങ്ങളുണ്ട്, അദ്ദേഹത്തിന് കോമാ സ്റ്റേജിലാണ്. എന്നിട്ടും അദ്ദേഹത്തിന് കുഴപ്പം ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ വരുത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ആഹ്വാനം ചെയ്ത് രണ്ടാമത്തെ യുദ്ധം, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ വലിപ്പത്തിൽ ഇറാൻ സർവശക്തി ഉപയോഗിച്ച്, അതായത് ലോകം ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്ന് ബോധ്യപ്പെട്ട് ഒരു മനുഷ്യൻ മരണോപ്രാളത്തിൽ എന്തൊക്കെ ചെയ്യാമോ അതുപോലൊരു രാജ്യം ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഏതായാലും നെതന്യാഹുവും ഇസ്രയേലും എന്തോ ഒളിപ്പിച്ചിരിക്കുന്നു, ഒളിച്ചു വെച്ചിരിക്കുന്നു, ദുരൂഹമായിരിക്കുന്നു. അതിനകത്ത് എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ എല്ലാത്തിനും അകത്തും ലോകത്തെയും രാജ്യത്തെയും അല്ലെങ്കിൽ ആർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം ഈ കാര്യത്തിലും, ഈ വിമാനം അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്ന കാര്യത്തിലും ഒക്കെ ദുരൂഹതയുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ ദുരൂഹത ഉണ്ടാക്കുന്നതിനകത്ത് ഇസ്രയേലിന് ലക്ഷ്യമുണ്ട്. ആ രീതിയിലേക്കാണ് നമ്മൾക്ക് ഇതുവരെ ഉണ്ടായ ഇസ്രയേലിനെ മനസ്സിലാകുന്നത്. യുദ്ധം നിസ്സാരമല്ല, യുദ്ധം വലിയ വലിപ്പത്തിലാണ് രണ്ട് രാജ്യങ്ങളും നടത്തുന്നത്. ഇപ്പം തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കൊന്ന് പശ്ചിമേഷ്യയിലല്ല ഇസ്രയേലിന്റെ വടക്കൻ പ്രദേശത്തോ ആക്രമണം നടന്നിട്ടുണ്ട്. ഇതിനകത്തൊരു പ്രധാന പ്രശ്നം എന്താ പറയുക, ഇപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവര് യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് വല്ല ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ പ്രചരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണാനില്ല, ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടിരിക്കാം. അങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത പ്രചരിച്ചാൽ ഇസ്രയേൽ ജനതയെ പരിഭ്രാന്തരാക്കാം.
ഒപ്പം അവിടുത്തെ സൈനിക മേധാവികൾക്ക് നാഥനില്ല എന്നുള്ളൊരു തോന്നലുള്ളതാക്കും. അപ്പോൾ അവർക്ക് ഒരു വലിയ പരിഭ്രാന്തി ഉണ്ടാകും, അവരുടെ ഒരു ആത്മവിശ്വാസത്തെ തകർക്കാൻ കഴിയും. ഇതൊക്കെയാണ് ലക്ഷ്യമിടുന്നത്. ഇതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റും സഞ്ചരിക്കാനായിട്ടാണ് വിങ്സ് ഓഫ് സിയോൺ എന്ന് പറയുന്ന ഒരു വിമാനം നിർമ്മിച്ചത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ബോയിങ് വിമാനമാണ്. ഏതാണ്ട് 2500 കോടി രൂപ ചെലവാക്കിക്കൊണ്ട് അതിനെ മൊത്തത്തിൽ നവീകരിച്ചാണ്. ആ നവീകരിച്ച് ആ വിമാനം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ എയർഫോഴ്സ് 1 എന്ന് പറയുന്ന വിമാനം ലോകത്തെ ഏറ്റവും ആഡംബരം നിറഞ്ഞതും ലോകത്തിലെ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള വിമാനമാണ്. അമേരിക്കൻ പ്രസിഡന്റ് അവിടെ നിന്ന് ജോലി ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയാണോ അതെല്ലാം തന്നെ എയർഫോഴ്സ് 1 ഇരുന്ന് ചെയ്യാം. അതിന് സമാനമായിട്ട് വിങ്സ് ഓഫ് സിയോൺ എന്ന് പറയുന്ന ഒരു വിമാനം നിർമ്മിക്കുന്നു. ഈ വിമാനമാണ് ഇപ്പോൾ ജർമ്മനിയിലെത്തിയത്. അതായത് വിമാനം മെഡിറ്ററേനിയൻ കടലിന്റെ മുകളിൽ കുറേ നേരം പറക്കുന്നു. ഈ കുറേ നേരം പറക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഫ്ലൈറ്റ് ഡേറ്റ റഡാറുകളൊക്കെ എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കും. അങ്ങനെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വിമാനം അവിടെ പറക്കുന്നു. അതിനുശേഷം അത് ജർമ്മനിയിൽ വന്നിറങ്ങി. എന്നിട്ട് ജർമ്മൻ അധികൃതർ അത് സ്ഥിരീകരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ സഖ്യരാഷ്ട്രമാണ് ജർമ്മനി. എന്തിനാണ് ജർമ്മനിയിലേക്ക് ഈ വിമാനം കൊണ്ടുപോയത്? അതായത് ഇറാൻ എപ്പോൾ വേണമെങ്കിലും ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ നേരെ ആക്രമണം നടത്താം. അതാണ് ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിൽ ഇപ്പോൾ ഒരു ആക്രമണം ഉണ്ടായത്. അങ്ങനെ ആക്രമിച്ചാൽ വിങ്സ് ഓഫ് സിയോൺ എന്ന് പറയുന്ന ഈ വിമാനത്തെയും തകർക്കാം. ഇത് വളരെ തന്ത്രപ്രധാനമാണ്. അങ്ങനെ ഒരു വിമാനത്തെ തകർത്താൽ അവർക്കുണ്ടാകുന്ന നാശനഷ്ടം വളരെ വലുതാണ്. ഇപ്പം ടെൽ അവീവ് ഇസ്രായേലിന്റെ തലസ്ഥാനമാണ്. അവിടെ നിന്ന് ഈ വിങ്സ് ഓഫ് സിയോൺ പറന്നുയർന്നാൽ നേരെ ചെന്ന് ബീജിംഗിൽ ഇറങ്ങാം, അല്ലെ നേരെ ചെന്ന് വാഷിങ്ടണിൽ ഇറങ്ങാം, ഇനി ബ്രസീലിൽ ഇറങ്ങാം. അതായത് 11,000 കിലോമീറ്റർ വരെ നിർത്താതെ ഇന്ധനം നിറയ്ക്കാതെ ഈ വിമാനത്തിന് സഞ്ചരിക്കാൻ സാധിക്കും. കൂടാതെ വിമാനത്തിന് നേരെ മിസൈൽ ആക്രമണം, റഡാറുകളുടെ സഹായത്തോടെയുള്ള ആക്രമണം ഒക്കെ നടന്നു കഴിഞ്ഞാൽ ലേസർ റേസ് ഉപയോഗിച്ച് അതിനെ തകർക്കാൻ കഴിയുന്ന സാങ്കേതികവിദ്യയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അത്യന്താധുനിക സാങ്കേതികവിദ്യ എല്ലാം ഉള്ള ഈ പറയുന്ന വിമാനം, അതായത് വിങ്സ് ഓഫ് സിയോൺ, എന്തിന് ഈ ജർമ്മനിയിലേക്ക് പോയി എന്നുള്ളതാണ് സംശയിക്കുന്നത്. സാധാരണഗതിയിൽ ഇപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധം നടക്കുന്നു. ഒരു യുദ്ധം നടക്കുന്ന രാജ്യത്തെ തലവൻ എവിടെയാണുള്ളത്, എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്, എവിടെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്നൊന്നും ഒരു കാര്യം വിവരം പുറത്തുവിടില്ല. അത് ആ രാജ്യത്തിന്റെ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന പോലെ ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. പക്ഷേ ഇപ്പം ഇവർ പ്രചരിപ്പിക്കുന്നത് ജർമ്മനിയിലേക്ക് കുടുംബത്തെയും വിളിച്ചുകൊണ്ട് നെതന്യാഹു ഒളിച്ചോടിയുന്ന. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സൈനികരുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ പറ്റും, ജനങ്ങളെ പരിഭ്രാന്തരാക്കാൻ പറ്റും. അതാണ് ഇവരുടെ ലക്ഷ്യം. പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ലെന്നും ഒരു ബോയിങ് വിമാനത്തെ 2500 കോടി രൂപ മുടക്കി തങ്ങളുടെ പ്രസിഡന്റിന് അല്ലെ പ്രധാനമന്ത്രിക്ക് സഞ്ചരിക്കാൻ വേണ്ടി അത്യാധുനികമായ രീതിയിൽ നിർമ്മിച്ചതാണ്. അതായത് ഏതൊരു ഘട്ടം വന്നാലും ആ വിമാനത്തിൽ ഇരുന്ന് പോലും യുദ്ധം ചെയ്യാൻ കഴിയുന്ന അത്യന്താധുനിക സൗകര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. കൂടാതെ ഇപ്പം ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ 11,000 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിനിടയിൽ എവിടെ നിന്ന് വേണമെങ്കിലും മിസൈൽ ആക്രമണം നടത്താം. റഡാറുകൾ ഉപയോഗിച്ച് അതിൻ്റെ സഹായത്തോടെയുള്ള ഇൻഫ്രാറെഡുകൾ മിസൈലുകളുണ്ട്. ഇൻഫ്രാറെഡ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മിസൈൽ, ആ മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം വരാം. അതിനെയെല്ലാം തടയണം. അങ്ങനെ തടയാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഈ വിങ്സ് ഓഫ് സിയോണിലുണ്ട്. അപ്പോൾ വിങ്സ് ഓഫ് സിയോൺ എന്ന് പറയുന്ന വിമാനം തകർന്നു പോകരുത്, ഇറാൻ അന്തവും കുന്തവും ഇല്ലാതെ ഒരു ആക്രമണം നടത്തിയാൽ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവരുടെ സഖ്യ രാജ്യമായിട്ടുള്ള ജർമ്മനിയിലേക്ക് കൊണ്ടുപോയതായിരിക്കാം ഒരു പക്ഷേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഫ്രാറെഡ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്കൈ ഷീൽഡ് എന്ന് പറയുന്ന അത്യന്താധുനിക സംവിധാനങ്ങൾ ഈ വിങ്സ് ഓഫ് സിയോൺ എന്ന് പറയുന്ന വിമാനത്തിലുണ്ട്. അതുകൊണ്ട് നെതന്യാഹു ഒളിച്ചോടിപ്പോയതാണെന്ന തരത്തിൽ ഇറാൻ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ പരാജയ ഭീതി കൂടി മുന്നിൽ കാണുന്നു. കാരണം മൊജ്തബ ഖമനേയിക്ക് പരിക്ക് പറ്റിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇറാൻ ജനതയുടെ ആത്മവിശ്വാസം തകർന്നു. അതിന് സമാനമായിട്ട് നെതന്യാഹു കാണാനില്ല എന്നുള്ള ആത്മവിശ്വാസം. പക്ഷെ ഒരു കാര്യം സത്യം, ഈ യുദ്ധം നടന്ന 13ാമത്തെ ദിവസം വരുന്നതിനിടയിൽ നെതന്യാഹു വീഡിയോ സന്ദേശമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രസ്താവനയോ നടത്തിയായിട്ട് നമുക്കറിയില്ല. അപ്പം നെതന്യാഹു മിസ്സിംഗ് ആണ് എന്ന് പറയുന്നതിനകത്ത് ചില വാസ്തവമൊക്കെ ഉണ്ടാകാം അല്ലേ? നെതന്യാഹു മിസ്സിംഗ് ആണെന്ന് പറഞ്ഞാൽ നെതന്യാഹുവിനെ സ്കെച്ച് ചെയ്യാൻ, ലൊക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എവിടാണെന്നറിയാൻ, എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നതെന്നറിയാൻ നമ്മൾ തിരിച്ച് ഖമേനിയെ വധിച്ചതിനകത്ത് മാസങ്ങളോളം അല്ലെങ്കിൽ അതിനകത്ത് കയറി ഓപ്പറേറ്റ് ചെയ്ത ഒരു ഇസ്രായേൽ ഉണ്ടല്ലോ, അതുപോലെ തിരിച്ചും ഇദ്ദേഹത്തെ ലക്ഷ്യം വെക്കുന്നു എന്ന് ഇവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൃത്യമായ വിവരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നെതന്യാഹു സുരക്ഷിതമായ സ്ഥലത്താണ്. സുരക്ഷിതമായ സ്ഥലത്തിരുന്നാൽ മാത്രം പോരാ, സുരക്ഷിതമായ സ്ഥലത്തിരുന്നു കൊണ്ട് ആ രാജ്യത്തെ രക്ഷിക്കത്തക്ക രീതിയിലേക്കുള്ള തന്ത്രപ്രധാനമായ ഓപ്പറേഷൻസും കൂടി നടത്തിയാൽ മതിയാകത്തുള്ളൂ. അത്രയ്ക്ക് വിലയേറിയ യുദ്ധം എന്ന് വെച്ചാൽ, വിലയേറിയ യുദ്ധം എന്ന് പറഞ്ഞാൽ ആര് തീരും ആര് ഉണ്ടാകും എന്നുള്ള രീതിയിലൊക്കെ യുദ്ധമാണ്. കാരണം ഇസ്രായേലിനെ തീർക്കാൻ ഒരു നല്ല ബാലിസ്റ്റിക് മിസൈൽ മതി. നമ്മൾ മനസ്സിലാക്കണം ഇറാന്റെ വലിപ്പവും ഇസ്രായേലിന്റെ വലിപ്പവും, അല്ലെങ്കിൽ അതൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ വളരെ കരുതലോടുകൂടിയാണ് യുദ്ധം ചെയ്യുന്നത്. കാരണം ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ്
ഇദ്ദേഹത്തിൻ്റെ ഒളിച്ചുകളിക്ക് അല്ലെങ്കിൽ മറഞ്ഞിരിക്കലിന് കാരണങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വിമാനം ഇപ്പൊ ജർമ്മനിയിൽ എത്തി എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി യാർ ലാപ്പിഡായിരുന്നു. യാർ ലാപ്പിഡ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഈ വിമാനം നിർമ്മിക്കുന്നത്. ഈ വിമാനം നിർമ്മിച്ചപ്പോൾ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. കാരണം ഏതാണ്ട് 90 കോടി രൂപയാണ് ഒരു വർഷം ഇത് പറക്കുന്നതിന് വേണ്ടി ചെലവ്. ഒരു വെള്ളാനയാണെന്ന് പറയാം. അതുകൊണ്ട് യാർ ലാപ്പിഡിന്റെ കാലത്ത് പറഞ്ഞു ഈ വിമാനം ഒന്നി നമുക്ക് വിൽക്കാം, അല്ലെങ്കിൽ മ്യൂസിയത്തിലേക്ക് മാറ്റാം. പക്ഷെ പിന്നീട് വരുന്നത് ബെഞ്ചമിൻ നെതന്യാഹു. നെതന്യാഹു പറഞ്ഞു ഈ വിമാനം വേണം, കാരണം അത്യന്താധുനിക സംവിധാനമുള്ള ഒരു വിമാനം ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പ്രധാനമന്ത്രിക്ക് മറ്റൊരു രാജ്യത്ത് നിന്ന് ആ രാജ്യത്തെ ഭരണം നടത്തണമെങ്കിൽ ഇത് ആവശ്യമാണ്. അപ്പോൾ എയർഫോഴ്സ് വൺ എന്ന് പറയുന്ന അമേരിക്കൻ വിമാനത്തിന് തുല്യമാണ് ഈ വിങ്സ് ഓഫ് സിയോൺ എന്ന് പറയുന്ന വിമാനം. അതുകൊണ്ട് തന്നെ മെഡിറ്ററേനിയൻ കടലിന്റെ മുകളിൽ പോവുകയും ഈ റഡാറിന്റെ, അതായത് ഈ ഫ്ലൈറ്റ് ഡാറ്റ റഡാറിൽ ഇത് പതിയുകയും ചെയ്തു എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഒരു യുദ്ധതന്ത്രമാണ്. അത് ഇറാൻ മനസ്സിലാക്കിക്കൊണ്ടാണോ ഈ പറയുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, കാരണം ബുദ്ധിയും വിവരമില്ലാത്ത കുറെ ആളുകളാണ് ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇറാൻ അത് മനസ്സിലാവില്ല. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എന്തോ ലക്ഷ്യം അവർ കണ്ടിട്ട് തന്നെയായിരിക്കണം ഇത്തരത്തിലൊരു യുദ്ധത്തിൽ പല തന്ത്രങ്ങളും ഉണ്ടല്ലോ, അത് പ്രയോഗിച്ചത് എന്തോ ലക്ഷ്യം കണ്ടിട്ടായിരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മറ്റേ തമ്പത് മാറ്റിക്കൊടു കേട്ടോ. മരുമകൻ മന്ത്രിക്ക് രക്ഷയില്ല, സുധാകരൻ തുറന്നടിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.